വെൽക്കം ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് തന്നെ ഒരു എഗ്ഗ് സ്റ്റ്യൂ ആയാലോ? നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് സ്റ്റ്യൂ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7 മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉള്ളിയാണ്, സവാള. അത് പുഴുങ്ങിയിട്ട്, അതായത് മുട്ട പുഴുങ്ങുന്നതോട് കൂടെ തന്നെ പുഴുങ്ങിയെടുത്തതാണ് സവാള. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഒരു 5-6 പച്ചമുളക് കീറിയത്, പിന്നെ ഗ്രാമ്പൂ, ഏലക്കായ, കറുകപ്പട്ട ആവശ്യത്തിന് ഒരു 3-4 എണ്ണം, പിന്നെ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ ഗരം മസാല പൗഡർ 1 ടേബിൾ സ്പൂണ്, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണ്, ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് 1 ടീസ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നെയ്യ്, അത് വെജിറ്റബിൾ നെയ്യാവാം, കുഴപ്പമില്ല. പിന്നെ ഒരു ആവശ്യത്തിന് ഒരു 10-15 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടത്, പിന്നെ 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിനായിട്ട് വേണ്ടത്. പാന് ചൂടായപ്പോൾ ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടുകൂടെ തന്നെ നമ്മൾ ഗരം മസാല ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ 5-6 പച്ചമുളക് കീറിയിട്ടത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 4 ഉള്ളി ബോയിൽ ചെയ്തെടുത്തില്ലേ, അത് അരച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റണം. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ജീരകത്തിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മസാലയുടെ കുത്തുമാറുന്ന വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കണം. ആ ഒരു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാഷ്യൂനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം എത്രയാണോ ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കരുതി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, 1 ഗ്ലാസ് ഫുള്ള് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ്. അപ്പോൾ അത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നല്ല മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. വല്ലാണ്ട് ഇട്ട് തിളക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സ്റ്റ്യൂ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് മല്ലിയില വിതറി കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ആവശ്യമില്ല, മല്ലിയില തന്നെ ധാരാളമാണ്. അങ്ങനെ നമ്മുടെ രുചിയേറിയ മുട്ട സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഈ മുട്ട സ്റ്റ്യൂവിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് ഒരു കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള പാലപ്പം. വേറെ ഒന്നും ആവശ്യമില്ല, നല്ല ചൂടുള്ള പാലപ്പവും മുട്ട സ്റ്റ്യൂ ഉണ്ടെങ്കിൽ സംഗതി അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് ഈ 2 വിഭവം പരീക്ഷിച്ച് നോക്കുക. ഈ പാലപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ചിക്കൻ സ്റ്റ്യൂവും ബീഫ് സ്റ്റ്യൂവും ഒക്കെ നമ്മളെപ്പോഴും പലപ്പോഴായിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മുട്ട സ്റ്റ്യൂവിൻ്റെ ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ടൊക്കെ വരുന്നവരേക്കും ട്രൈ ടു സെർവ് ഇറ്റ് ലൈക്ക് ഷാനി.